എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ആണിത്. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഫേസ് കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഈ അടുത്തിടയ്ക്കായിട്ട് ക്ലിനിക്കിൽ പല കേസുകളും കണ്ടത് പലപ്പോഴും സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞൊരു ക്രീം വാങ്ങിക്കാം, ഓൺലൈനിൽ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് ഫേസ് ആകെ കുളമായ കുറെ കേസുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയണം, നിങ്ങൾ ഫേസ് കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഒന്ന്, നിങ്ങളുടെ സ്കിന്ന് ഏത് തരത്തിലാണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു എസ്തെറ്റിക് ഫിസിഷ്യനെ അല്ലെങ്കിൽ കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ അനലൈസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫസ്റ്റ്. ഇനി മാൻഡേറ്ററി ആണോ ബാക്കി നമ്മൾ ഫേസ് കെയർ പ്രോഡക്ട്സ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലാവസ്ഥയിൽ നമുക്ക് അത്യാവശ്യം ഫേസ് കെയർ അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഒന്ന്, നല്ലൊരു ക്ലെൻസർ. നിങ്ങൾക്ക് ഫേസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലെൻസർ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നല്ലൊരു മോയ്സ്ചറൈസർ. അത് കഴിഞ്ഞാൽ ഒരു നല്ല സിറം, പിന്നെ സൺസ്ക്രീൻ. ഇത് ഇത്രയും നമുക്ക് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ക്ലൈമറ്റിൽ, ഇന്നത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ നമ്മുടെ ഫേസിന്റെ ഒരു കെയറിനായിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരാളെ കൺസൾട്ട് ചെയ്ത്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് തന്നെ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ എസ്തെറ്റിക് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ ആണ്, ഏത് സൺസ്ക്രീൻ ആണ്, ഏത് ക്ലെൻസർ ആണ് നല്ലത് മനസ്സിലാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും വെളുക്കുന്നതാണ് ഇഷ്ടം. വെളുത്ത നിറമാണ് കൂടുതലും വന്ന് ക്ലിനിക്കിൽ തന്നെ വന്ന് ചോദിക്കുന്നത്, വെളുക്കാൻ എന്ത് ചെയ്യണം ഡോക്ടർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വെളുപ്പിന്റെ പുറകെ പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ പല പല കുഴികളിൽ പോയി വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വെളുപ്പ് എന്നൊരു കോൺസെപ്റ്റ് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ ചില കണ്ടൻസ് നോക്കാണ്ട് ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. ഓൺലൈൻ പ്രോഡക്ട്സ്, അതേപോലെ മറ്റുള്ളവർ ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് ഒരു 2 ദിവസത്തില് ഭയങ്കരമായിട്ട് വെളുത്തു, ഭയങ്കര റിസൾട്ട് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് വാങ്ങി ഉപയോഗിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ സ്കിന്ന് സെറ്റ് ആവണമെന്നില്ല. ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രോക്വിനോൺ പോലുള്ള കണ്ടന്റ് ഉള്ള ക്രീമുകൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ നിർത്തി കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഏറ്റവും നോക്കി തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രീമിനെ വാങ്ങിക്കാവൂ. കാരണം സ്കിൻ സേഫ് ആണോ, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ, ആക്നെ പ്രോൺ സ്കിൻ ആണോ, എങ്കിൽ അതിനനുസരിച്ച് എന്ത് പ്രോഡക്റ്റ് വേണം എന്ന് നോക്കി മാത്രമേ നിങ്ങളുടെ പ്രോഡക്ട്സ് നിങ്ങളുടെ ഫേസ് കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവൂ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സൺസ്ക്രീൻ ഒരു അനിവാര്യമാണോ ഡോക്ടർ? മഴയുള്ളപ്പോൾ സൺസ്ക്രീൻ ഇടണോ, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടണോ, സൺസ്ക്രീൻ കുറച്ചിട്ടാൽ മതി എന്നൊക്കെ ചോദിക്കാറുണ്ട്. സൺസ്ക്രീൻ ആണ് നിങ്ങൾ ഫേസിൽ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് ഇടേണ്ടത്. ലൈറ്റ് എക്സ്പോഷർ കൂടുതലുള്ളവരാണെങ്കിൽ ആ ഒരു സ്ക്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ സ്കിൻ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഓരോ തരത്തിലുള്ള സ്കിൻ അനുസരിച്ച് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, സൺസ്ക്രീൻ അതിൽ